എല്ലാ മേഖലയിലും ഞാൻ ഇടപെട്ടുകൊണ്ടിരുന്നു. പക്ഷെ ദൈവമില്ലാത്തവനായിട്ടാണ് ജീവിച്ചത്. ആമേൻ. ആ ദൈവമില്ലാത്തതിൻ്റെ എല്ലാ ദുർസ്വഭാവങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായി. അതാണ് അമ്മയ്ക്ക് നൊമ്പരമായി തീർന്നത്. പക്ഷെ ഒരു രാത്രിയിൽ ഞാൻ കണ്ണു തെളിച്ച് നോക്കിയപ്പോൾ എൻ്റെ അടുക്കൽ ആ അരണ്ട ഇരുട്ടിൻ്റെ അവസ്ഥയിൽ ആകാശത്തിലേക്ക് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ ചിത്രം ഇന്നും എൻ്റെ മുഖത്തുണ്ട്. അമ്മ എൻ്റെ മനസ്സിലുണ്ട്. അന്ന് അമ്മ പ്രാർത്ഥിച്ചത് എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്കറിയാം, എൻ്റെ മകനെ എനിക്ക് നീ തിരിച്ചു തരണമെന്ന പ്രാർത്ഥനയാണ്. ആമേൻ. ആകാശം തുളച്ചുകൊണ്ട് ആ പ്രാർത്ഥന സ്വർഗത്തിൻ്റെ കർണപുടങ്ങളിലേക്ക് എത്തിയതുകൊണ്ട് അദർശനായ ദൈവം എൻ്റെ മേൽ പരിവർത്തനത്തിൻ്റെ ആത്മാവിനെ അയച്ചു. ഞാൻ യേശുവിനെ അറിയാൻ വ്യത്യസ്തമായ ചില വഴിത്താരയിൽ കൂടെ ദൈവം എനിക്കൊരു അവസരം നൽകി. യേശു ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. എന്നെ പിടിച്ചു കെട്ടിയിരിക്കുന്ന പിശാചിന്റെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റിയിട്ട് ഒരു ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകനാക്കി മാറ്റുവാൻ ദൈവം എൻ്റെ കെട്ടുകളെ അഴിച്ചെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ചിറ്റാറിനോട് ഞാൻ പറയുന്നു, നിന്റെ കുടുംബത്തിൻ്റെ തലമുറകളുടെ കെട്ടുകൾ അഴിച്ചുകൊണ്ട് നിനക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തരത്തക്ക നിലകളിൽ അത്ഭുതം ചെയ്യാൻ എൻ്റെ യേശു വിശ്വസ്തനായ ദൈവം.